നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിൽ പോലും അവിചാരിതമായിട്ട് വീഴ്ചയ്ക്കോ സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനോ സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ 1-2 ദിവസം അവധി വേണ്ടി വരുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. സങ്കല്പങ്ങളും ഭാവനകളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി നേർന്നു കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടാകും. മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ മാർച്ച് മാസം പകുതിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്നത് വഴി രണ്ടാമത്തെ പകുതിയിൽ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ അവധി ലഭിക്കുവാനും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്കും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ആനുകൂല്യങ്ങളും വന്നു ചേരും. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ തുടങ്ങി വെച്ചതാണെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കുകയുള്ളൂ എന്ന നിബന്ധനയോടുകൂടി തന്നെ ഇനിയൊരു അടുത്ത വിഭാഗം എന്ന് പറയുന്നത് വിപുലീകരണം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കൂടുതൽ പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവസരം വന്നു ചേരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുവാനോ ഒരുപക്ഷെ ജോലിയോടൊപ്പം അനുവർത്തിക്കുവാനോ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ കോഴ്സ് തീരുകയും ഈ മാർച്ച് മാസത്തിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി ഏപ്രിൽ മാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് 2027 ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ, അതായത് 1 കൊല്ലം 4 മാസം എടുത്തും കൊണ്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തുടക്കം കുറിക്കുവാനും അതിൻ്റെ വരച്ചതായിട്ടുള്ള പ്ലാൻ വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുവാനും ഇടയുണ്ട്. ഏൽപ്പിച്ച പദ്ധതികൾക്ക് അനുകൂലമാകും വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടവരും. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ലാഭശതമാനം കൂടുതലുള്ളത് മാത്രം ഏറ്റെടുത്തും കൊണ്ട് മറ്റതെല്ലാം തിരസ്കരിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികളും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാൻ തക്കവണ്ണം യോഗ പരിശീലനത്തിനും തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. കുടുംബാംഗങ്ങളുടെ വ്യാകുലത ഒഴിവാക്കുവാനായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനിടവരും. അടുത്തു വരുന്ന സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വന്നു ചേരുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് സ്വല്പം പണം ചെലവാക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനിടവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇടവരും. വ്യവസായം നവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഉൽപ്പന്നങ്ങൾ അതിൽ ഉൽപ്പാദിപ്പിച്ചാൽ കൂടുതൽ പ്രയത്നിച്ചാൽ പോലും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്.
അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് പ്രവർത്തന തലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിൽ ചേരുവാൻ തീരുമാനിക്കും. അർഹമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകാരത്തോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം ജന്മനാട്ടിലുള്ള ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനോ ഗൃഹത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാനോ അവസരം വന്നു ചേരും. മറ്റ് ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഈ മാസത്തിൻ്റെ ഒടുവിൽ തന്നെ കൊണ്ടുപോകുവാനും സാധ്യതയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. സഹോദരങ്ങളുടെ ദുശാഠ്യമായിരിക്കാം ഇതിനേറ്റവും പ്രധാന കാരണം. പക്ഷേ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ടെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനും ഉദ്ദേശിച്ച വിഭാഗം തന്നെ രേഖാപരമായി ലഭിക്കുവാനും ഇടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അഥവാ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സമൂഹത്തിൽ ഉന്നതരുമായിട്ടുള്ള സൗഹൃദ ബന്ധം സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഉപോത്ബലകമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ താല്പര്യവും മാതാപിതാക്കളുടെ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാത്തതിനാലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും എഴുതി വച്ചുകൊണ്ടും അവലംബിക്കാൻ അവസരം വന്നു ചേരും. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പല പ്രകാരത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, കുടുംബാംഗങ്ങളുടെ സമീപനം, അതേപോലെ തന്നെ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ, ഇവയൊക്കെ തന്നെ ആയിരിക്കാം സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനത്തിന് ഉപോത്ബലകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പല കാര്യങ്ങൾക്കും കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തുടങ്ങി വെച്ചു എങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം എല്ലാം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളിലെല്ലാം തന്നെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ, വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുക, അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്തുക, എല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും 1-2 പ്രാവശ്യം പ്രയത്നിക്കണം. എന്നാൽ മാത്രമേ മാർച്ച് മാസത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ 2025 പകുതിയിൽ തുടങ്ങിയതായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിലുള്ള അവിസ്മരണീയമായിട്ട നേട്ടം വിലയിരുത്തി ഇനി ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുന്നതും 2026 ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തേക്ക് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം, നിരീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന സൂചനകൾ ലഭിച്ചതിനാൽ അതിന് തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചുമതലകളും യാത്രകളെല്ലാം തന്നെ ഏറ്റെടുക്കുവാനിടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വികസ്വര രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നവർക്ക്
അതിനുള്ള സാഹചര്യങ്ങളിൽ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും എല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി വലിയ വാഹനം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും അതിനുവേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിന് സ്വല്പം പണം ചെലവാക്കാൻ തീരുമാനിക്കും. ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജന്മനാട്ടിൽ വന്ന് പോകേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ വരാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാതാപിതാക്കളെ വികസിത രാഷ്ട്രത്തിലേക്ക് ക്ഷണിക്കുവാനും അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഉദ്യോഗത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും മാർച്ച് മാസത്തിൽ പരിശീലനം നേടുവാനും ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ തന്നെ പൂർത്തീകരിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആധികളും ഒഴിവാക്കി ക്രിയാത്മകമായി പ്രവർത്തിക്കാനും ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യാനും ചിന്തിക്കുവാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ തീരുമാനിക്കും. അതായത് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായുള്ള വിളകളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ശുഭസൂചകങ്ങളായുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കുവാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് കാലോചിതമായുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും സൽകീർത്തിക്കും യോഗം കാണുന്നു. സേവന സാമർഥ്യത്താൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കീഴ് ജീവനക്കാരുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്താൽ അവർ പറയുന്ന കാര്യങ്ങളെ ലക്ഷ്യം പ്രതി അനുസരിച്ചും കൊണ്ടും അതിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള വിഭാഗം അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ നേട്ടം ഒരു പക്ഷേ ദീർഘകാല പ്രവർത്തന ശൈലി ആയിരിക്കാമെങ്കിൽ പോലും അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള സമീപനം അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള മറ്റൊരു ജോലി കിട്ടാൻ യോഗമുണ്ട്. വേറെ ചില രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു പക്ഷേ നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. മാതാപിതാക്കളുടെ കാര്യങ്ങളും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അനുവർത്തിക്കാനിടവരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ജോലി കിട്ടാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ വസ്തുതർക്കം പരിഹരിക്കുവാനും അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കാൻ സാധ്യത കാണുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുക, മറ്റു ചിലർക്ക് സ്ഥാനക്കയറ്റം മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവോടുകൂടി തന്നെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
പല കാര്യങ്ങളിലും അബദ്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആത്മസംയമനത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിച്ചും കൊണ്ട് എല്ലാത്തിലും നന്മകൾ കണ്ടെത്തിയും കൊണ്ട് അതൊരു ചിലൊരു ധ്രുവീകരണം എന്ന നിലയിൽ തന്നെ ഉള്ള സമീപനം സർവ്വവിധത്തിലുള്ള അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടും പൊതുവെ എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാനും അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ ഈ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.